ആദ്യമായിട്ടോ എനിക്കറിയില്ല, നിങ്ങൾ വർത്താനം പറഞ്ഞു കുറെ കാലത്തിന് കല്യാണത്തിന് ശേഷം എനിക്ക് ഇപ്പോഴാണ് തോന്നുന്നു ഇത്രയും ആൾക്കാരെ ഒരുമിച്ച് കാണുന്നത്. അപ്പൊ മണിച്ചേട്ടന്റെ പേരിലുള്ള അവാർഡ് ബെസ്റ്റ് ആങ്കർ എന്നുള്ളതാണ് ലഭിച്ചത്. കോമഡി ഷോ ആയ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമാണ് ഇപ്പൊ ഞാൻ അമൃത ടിവിയിൽ ചെയ്യുന്നത്. അപ്പൊ അതിലെ ബെസ്റ്റ് ആങ്കർ ആയിട്ടാണ് എനിക്ക് ലഭിച്ചത്. ഒരുപാട് സന്തോഷമുണ്ട്. കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഷോ എന്ന് പറയുന്നത് അമൃത ടിവിയിൽ ഏകദേശം ഒരു 4 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ്. അതിന്റെ ഒരു ഇടയ്ക്ക് വെച്ചാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം ജോയിൻ ചെയ്തതിന് ശേഷം അമൃത ടിവിക്കും കോമഡി മാസ്റ്റേഴ്സിനും കൊടുക്കുന്ന ഫസ്റ്റ് ഒരു അവാർഡാണിത്. അപ്പൊ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. അമൃത ടിവിയോടും ഞങ്ങളുടെ പ്രൊഡ്യൂസർ അനുജേട്ടനോടും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫുൾ ടീമിനോടും അതിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നു. ബിക്കോസ് എന്നെ ഭയങ്കര ഫ്രീ ആയിട്ടാണ്, അത് ഒന്നും പറഞ്ഞ് അങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല. എന്റെ ഐഡിയയില് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ ആണ്. അപ്പൊ അതുകൊണ്ട് അതായിരിക്കാം ഒരുപക്ഷെ അവർക്കും ഇഷ്ടപ്പെട്ടത്. അപ്പം ഒരുപാട് സന്തോഷമുണ്ട്. ഈ ഒരു അവാർഡ് എന്നും നെഞ്ചിൽ സൂക്ഷിക്കും. അപ്പം മണിച്ചേട്ടൻ അവാർഡ് ലഭിച്ചതിൽ ഇത് ഫസ്റ്റ് അവാർഡാണ് മണിച്ചേട്ടന്റെ പേരിലുള്ളത്. ഒരുപാട് സന്തോഷം. ഞാൻ ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സിൽ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന ഷോ മണിച്ചേട്ടനായിട്ട് അസോസിയേറ്റ് ചെയ്തായിരുന്നു. ഞാൻ ഇപ്പൊ കുറച്ചു മുമ്പ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മണിച്ചേട്ടൻ ആ ഷോ വന്ന് ചെയ്തതിന് ശേഷം അറിയാലോ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന ഷോ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ പറഞ്ഞു പാടിയിൽ ഒരിക്കൽ വരണം, നിങ്ങൾ എല്ലാവരും ഈ ക്രൂ മെമ്പേഴ്സ് ആയിട്ട് വന്നിട്ട് ഒരു ഷോ. എനിക്ക് തോന്നുന്നു അത് ഏതൊരു ഓണം സ്പെഷ്യൽ വന്ന് ചെയ്യണം എന്നായിരുന്നു പുള്ളിക്കാരെ റിക്വസ്റ്റ് ചെയ്തത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് നടക്കാതെ പോയൊരു സ്വപ്നവും എനിക്ക് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു ഷോ ആണ്. അപ്പം സ്മാർട്ട് ഷോ ആണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് മണിച്ചേട്ടനായിട്ട് ചെയ്തത്. ഞാനും SKനും മണിച്ചേട്ടനും കൂടെ ഉള്ളൊരു ഷോ ആയിരുന്നു. ഒന്നുമില്ല, ഞാനിപ്പോ അമൃത ടിവിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഏതെങ്കിലും പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ഷോ വരുവാണെങ്കിൽ ഏറ്റെടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. ബിക്കോസ് ഇപ്പൊ എല്ലാം ഒരേ പാറ്റേണുള്ള ഷോ ആണ്. അപ്പൊ എന്തെങ്കിലും പുതിയത് വരുവാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഏറ്റെടുക്കും. പക്ഷെ ആസ് ഓഫ് നൗ ഇപ്പൊ അമൃത ടിവിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. എല്ലാവരും കാണാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ രാവിലെ തൊട്ട് രാത്രി വരെ ഫുൾ ആക്റ്റീവ് ആണ് എല്ലാവരുമായിട്ട്. ഞങ്ങളുടെ സീസണിലൊരു എല്ലാവരുമായിട്ടും അതെ, അതുപോലെ തന്നെ ഇപ്പൊ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഗ്രൂപ്പും ഉണ്ട്. അപ്പം പറ്റുന്ന സമയത്തൊക്കെ അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറൈറ്റ്.